बहुत अनुभव का एक भंडार मुझ में है। എന്റെ ഭാര്യയായ സഹോദരിക്ക് നിരവധിയായ രോഗങ്ങൾ വന്നു. അതെല്ലാം പ്രാർത്ഥനയോടുകൂടെയാണ് അതിനെ ജയിച്ചിട്ടുള്ളത്. प्रभु के दास के पत्नी के जीवन में बहुत सारे बीमारियां आया है और सभी में प्रार्थना में विजय पाया है। പറഞ്ഞു തീരാത്ത തരത്തിലുള്ളതായ ശാരീരിക പീഡകൾ അനുഭവിച്ചു രോഗം കൊണ്ട് അവിടെ എല്ലാം ആശുപത്രി പോകാതെ വിജയിച്ചു വന്നു. जैसे गिन नहीं सकते हुए बहुत सारे बीमारी की अवस्था में से होकर जाना पड़ा, उस जगह में भी हॉस्पिटल नहीं जाते हुए प्रार्थना में चंगाई प्राप्त करते आगे बढ़ने लगे। 2002 ഷുഗർ തനിക്കുണ്ട് എന്നുള്ളത് മനസ്സിലായി. 2002 ഷുഗർ ഉണ്ടെന്ന് മനസ്സിലായി. 2002 में मालूम पड़ा है उनको शुगर का बीमारी है। 4.5 വർഷത്തോളം ഒരു മരുന്നും എടുക്കാതെ ഇരുന്നു. 4.5 साल तक कोई भी दवा ही नहीं लिया। നിർബന്ധം കൊണ്ട് മരുന്ന് എടുക്കേണ്ടി വന്നു. जबरदस्ती से दवाई लेना पड़ा। അവിടെ മുതൽ പ്രശ്നം ആരംഭിക്കാൻ തുടങ്ങി. वहां से समस्या शुरू हो गया। ബോംബെയിൽ വന്നത് നമ്മൾ തോമസും പാസ്റ്റർക്കും ചില ദൈവമക്കൾക്കും അറിയാം. മരണം കണ്ടുകൊണ്ട് അവിടെ വന്നതും അവിടുത്തെ കാര്യങ്ങൾ നടന്നതല്ല. जब आया तुमसन पास्टर और कई पासवान लोग जानते हैं मृत्यु को आमने सामने देखे हुए वहां आया। എന്നാൽ അവിടെ എല്ലാം ദൈവം ഞങ്ങൾ വിജയം തന്നു. लेकिन वहां पर भी परमेश्वर हमें विजय दिया है। എന്നാൽ പിന്നെ ഇപ്പോൾ ഒരു മാസമായിട്ട് ശരീരത്തിൽ വളരെ പീഡ അനുഭവിക്കാൻ തുടങ്ങി. अभी 1 महीने से शरीर में और भी बहुत सारे पीड़ा अनुभव करने लगा। ജിജോ പാസ്റ്ററും ഭാര്യയും പെട്ടെന്ന് വന്നു. എന്റെ മരുമകൻ ഇവിടെ ഉണ്ട്. അവര് ആശുപത്രികൾ തോറും ഇങ്ങനെ പോയി. ഏതായാലും ഇപ്പോൾ ചില വിടുതലിന്റെ സന്ദേശം ശരീരത്തിലുണ്ട്. ദൈവം അനുവദിച്ചാൽ ചൊവ്വാഴ്ച ഞങ്ങള് 4 പേരും കൂടെ ഭോപ്പാലിൽ പോകാൻ താല്പര്യപ്പെട്ടിരിക്കുക. जो पास्टर उनके पत्नी यहाँ पर आया है और पास्टर के जवाई भी है, उन लोग मिलकर हॉस्पिटल में सब लेके गया। कई सारे सेवकाई किया है। अभी शरीर में कुछ बीमारी का आराम पड़ रहा है, लेकिन प्रभु ഒരു കാര്യം എടുത്ത് പറയുന്നു, നിങ്ങൾ എന്നോടുകൂടെ സഹകരിച്ചാ മതി. प्रभु का इच्छा है तो मंगलवार भोपाल में जाने के लिए सोच रहा हूँ मैं। और एक बात कहना चाहता हूँ, आप लोग मेरे साथ शामिल होना। ദൈവം നമുക്ക് മക്കളെ തന്നാൽ അവരുടെ വിവാഹം നടക്കണം. परमेश्वर हमें संतान दिया है तो उनका शादी होना है। ആ മക്കളെ തന്നു കഴിഞ്ഞാൽ ആ മരുമക്കളെ നമ്മള് അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു എന്ന് അവർക്ക് തോന്നരുത്. അവരെ ആഴമായിട്ട് സ്നേഹിക്കണം. अगर हमें जो बहू है जवाई दिया है तो उनको हम तकलीफ दे रहा है करके उनको नहीं लगना। അവരെ സ്നേഹിക്കുന്നുവെങ്കിൽ നമ്മൾ പ്രായമാകുമ്പോൾ അവർ നമ്മളെ സ്നേഹിക്കും. उनको अगर हम प्रेम करेगा तो जब हम उम्र होने के समय उन लोग हमें भी प्रेम करेंगे। എന്റെ കുടുംബത്തിൽ അത് അനുഭവിച്ചറിയാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. अपने परिवार में अनुभव करने के लिए परमेश्वर अवसर दिया है। നമ്മളത് ഒരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. अब एक धन्य है करके समझ रहा हूँ। ഞാൻ എന്റെ മരുമക്കളായിട്ടാണ് കരുതുന്നത്. मैं अपने जो बहू या जवाई है उनको उसी तरीका से देखता हूँ। പാസ്റ്റർമാര് കല്യാണം നടത്താനായിട്ട് സ്റ്റേജിൽ നിൽക്കുമ്പോ പറയും മരുമോളാണോ മകളാണോ എന്ന് ചോദിക്കും. വലിയ പദ്ധതി കാണിക്കാനായിട്ടാ പറയും മകളാന്ന് പറയും. വീട്ടിലൊരു ശകലം പ്രശ്നം ഉണ്ടാകാമെങ്കിൽ മരുമകളാണോ മകളാണോ എന്ന് അന്നേരം അറിയാം. जब शादी के समय ये पासवान पूछेंगे ये बहू है क्या बेटी है क्या करके पूछने के समय हम पर दिखावट के लिए बोलेंगे बेटी है करके, लेकिन जब घर में आकर कुछ छोटा से समस्या होने के समय मालूम पड़ेंगे वो बहू है क्या बेटी है क्या। ഈ കഴിഞ്ഞ ആഴ്ചയില് ഞങ്ങള് മക്കളും മരുമക്കളും കൂടെ ഒന്നിച്ചിരുന്ന് കൊച്ചുമോള് കൊണ്ട് സംസാരിച്ച കൂട്ടത്തില് ഈ മരുമകൻ എന്ന് പറയുന്നത് എന്റെ കൊച്ചുമോക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. दिनों में ऐसा मिलके बात करने के समय ये बहू और जवाई करके जो बात किया है तो जो अपने पोती को अच्छा नहीं लगा। കൊച്ചുമോള് പറഞ്ഞു അത് അങ്ങനെ പറയല്ല പക്ഷെ അത് മോനല്ലയോ എന്ന് ചോദിച്ചു. पोती ने ये पूछा ऐसा नहीं बोलना है वो बेटी है ना। ഞാൻ പറഞ്ഞു കുഞ്ഞെ ബൈബിള് വാക്ക് മരുമകൻ എന്നാന്ന് പറഞ്ഞു. मैंने बोला बाइबल में जो लिखा है जो जवाई या बहू लिखा है। അപ്പോൾ എന്റെ മരുമകളും കൊച്ചുമോളും കൂടി ഡിക്ഷണറി തപ്പി, ഇപ്പൊ മൊബൈലിനകത്തുണ്ടല്ലോ ഡിക്ഷണറി, തപ്പി വെച്ച് പറഞ്ഞു ബൈബിളിൽ മരുമകൻ മരുമകൾ എന്നുള്ള വാക്കുണ്ട് എന്ന് പറഞ്ഞു. तो
तो बहू और उनके और जो पोती है दोनों मिलकर जो बाइबल में ये शब्द है क्या, बहू और जवाई है क्या करके ढूंढने के लिए उन लोग डिक्शनरी में ढूंढा, മരുമകൻ മരുമകൾ എന്നുള്ള വാക്കാണ് ഏറ്റവും നല്ല വാക്ക്. क्योंकि जो बहू और जवाई ये है बहुत अच्छी बात है, अच्छी അത് शब्द है। ബൈബിൾ വാക്കായതുകൊണ്ട് ഞാൻ ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. അത് നമ്മുടെ കുടുംബത്തിൽ സന്തോഷിക്കുന്നത് വലിയ സന്തോഷമാണ്. और बाइबल का शब्द है, ये बातों को हमारे परिवार में लेकर हम आनंद बनाएगा तो अच्छी बात है। അപ്പൊ എന്റെ ഭാര്യയായ സഹോദരിയുടെ ശാരീരസ്ഥിതി അങ്ങനെ ഇരിക്കുന്നു. കർത്താവ് പൂർണ്ണമായ സൗഖ്യം തരട്ടെ. കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവം കൃപ തരും. വലിയ പ്രത്യാശയും പ്രതീക്ഷയും ഞങ്ങൾക്കുണ്ട്. प्रभु के दास की पत्नी के शारीरिक स्थिति अभी बदलावट हुआ है, प्रभु अपने सेवकाई करने के लिए और शक्ति और सामर्थ्य दे के आगे बढ़ाए। തോമസ് ഭാഷ പറഞ്ഞതുപോലെ വിനോദ് ഭാഷയുടെ കാര്യത്തെ കുറിച്ച് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. അത്രയും ഭാഗം കേൾപ്പാനിടയായി പൂർണ്ണമായി ദൈവം ആ കാര്യത്തിൽ വിടുതൽ തരും. बोला जैसा विनोद पाशा के लिए हमने प्रार्थना किया है, परमेश्वर इतना तक छुटकारा दिया है और भी आगे छुटकारा देंगे। നമുക്കിന്ന് കഴിഞ്ഞ ദിവസം ദൈവദാസൻ ഒരു വാക്ക് പറഞ്ഞു പോയപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കർത്താവിന്റെ പരീക്ഷയെ കുറിച്ച് പറഞ്ഞു. प्रभु के दास गया गुरुवार को जब बातें किया था, तभी लूका का सुसमाचार 4 अध्याय में यीशु मसीह के परीक्षा के बारे में एक शब्द बोल के छोड़ा है। അവിടെ 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി എന്ന് കാണുന്നു. यहाँ पर लूका का सुसमाचार 4 अध्याय उसके पहले आयत में हम देखते हैं कि फिर यीशु पवित्र आत्मा से भरा हुआ यरदान से लौटा। ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. पवित्र आत्मा उन्हें मरुस्थल में ले गया। പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. शैतान उसकी परीक्षा 40 दिन तक करते रहा। നമ്മളൊരു കാര്യം ചിന്തിക്കണം. നമ്മൾ ദൈവമക്കളാണെങ്കിൽ ദൈവമക്കൾക്ക് പരീക്ഷ ഉണ്ട്. हम एक बात हम समझना है कि हम परमेश्वर के संतान है तो हमारे जीवन में परीक्षाएं आता है। നമ്മുടെ യേശുവിന് പരീക്ഷ ഉണ്ടായി എന്ന് വരികിൽ യേശുവിനെ അനുകരിക്കുന്ന നമുക്കും പരീക്ഷയുണ്ട്. अगर यीशु मसीह के जीवन में परीक्षा आया है तो यीशु मसीह की अगुवाई करने वाला यीशु के संतान जो हमारे जीवन में भी ये परीक्षाएं हो जाएंगी। അതേതെങ്കിലും തരത്തിലായിരിക്കും ആ പരീക്ഷ വെളിപ്പെടുന്നത്. वो किसी भी तरीका से परीक्षा हमारे जीवन में हो सकता है। 2-ാം വാക്യത്തിൽ ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല, അവ കഴിഞ്ഞപ്പോൾ അവന് വിശന്നു എന്നാണ് 2-ാം വാക്യം പറയുന്നത്. दूसरे आयत में देखता है कि उन दिनों में उसने कुछ ना खाया और जब वे दिन पूरे हो गया तो उसे भूख लगी। അപ്പോൾ പിശാച് അവനോട് നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. और शैतान ने उससे कहा, यदि तू परमेश्वर का पुत्र है तो इस पत्थर से कह कि रोटी बन जाए। അപ്പോൾ കർത്താവിന് വിശക്ക് പരീക്ഷിച്ചു കൊണ്ടേയിരുന്നു. കർത്താവിന് വിശന്നു എന്ന് കർത്താവിന് ബോധ്യമായപ്പോൾ പിശാച് അരികെ വന്നു അവരെ പരീക്ഷിക്കാൻ പ്ലാൻ ചെയ്തു. आमीन। प्रभु यीशु मसीह जब उपवास में था, उपवास खत्म हो गया, तब यीशु मसीह को मालूम पड़ा है कि भूख लग रहा है, तभी ये शैतान उनके पास आए। ഈ പിശാച് പരീക്ഷിക്കുന്നത് ബൈബിളിൽ ന്യായപ്രമാണത്തിൽ എന്തെഴുതിയിരിക്കുന്നു അതനുസരിച്ചാണ് പിശാച് പരീക്ഷിക്കാൻ വന്നത്. जब शैतान यीशु मसीह को परीक्षा करने के लिए आया है, व्यवस्था में क्या लिखा है उसी के अनुसार परीक्षा करने के लिए आया। മോശയുടെ പ്രമാണത്തിൽ നിന്നാണ് 3 പരീക്ഷയും കർത്താവിനെ പരീക്ഷിച്ചത്. मूसा का जो व्यवस्था से लेकर 3 परीक्षा शैतान ने यीशु मसीह से किया। ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തില് 1 മുതലുണ്ട് 2 മുതലുള്ള വാക്യത്തിൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം എന്ന് പറഞ്ഞു. व्यवस्था वगैरह 8वां अध्याय उसकी दूसरा आयत से हम ऐसा देखते हैं कि और स्मरण रख कि तेरा परमेश्वर यहोवा उन 40 वर्षों में तुझे सारे जंगल के मार्गों में से इसलिए ले आया है कि वह तुझे नम्र बनाए और तेरा परीक्षा करके यह जान ले कि तेरे मन में क्या किया है और कि तू उसकी आज्ञाओं का पालन करेगा व नहीं।
അപ്പോൾ ഈ 40 വർഷം നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്ന എന്താണെന്ന് ദൈവത്തിനൊന്ന് അറിയണം. तो ये 40 सालों से तेरा दिल में क्या है करके परमेश्वर को मालूम पड़ना चाहिए. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ആ ജനത്തിന് പരീക്ഷാ സമയത്ത് പിടിച്ചു നിൽക്കാൻ കഴിയാഞ്ഞതുകൊണ്ട് 20 വയസ്സിന് മേലോട്ടുള്ള എല്ലാവരും മരുഭൂമിയിൽ പട്ടുപോയി. इसराइल लोगों के जीवन में जब हम इसराइल से लौटा रहे थे, परीक्षा उनके जीवन में आया, उस परीक्षा में वो खड़ा नहीं पाया. इसी कारण 20 उम्र से ज्यादा जो उम्र वाला सभी लोगों को मरुस्थल में परमेश्वर भर डाला. അവർക്ക് ആ പരീക്ഷയെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. परीक्षा में खड़ा होने के लिए नहीं हुआ है. പിടിച്ചു നിൽക്കാൻ കഴിയാഞ്ഞത് കൊണ്ടാണ് അവരെല്ലാം മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്നാണ് ബൈബിൾ ഭാഷ്യം. अगर परीक्षा में वो खड़ा नहीं हो नहीं पाया है, परीक्षा में स्थिर नहीं रहा है, इसी कारण बाइबल कहता है कि उन्हें मरुस्थल में गिरा दिया. ഇനി എന്റെ 3ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ നിന്നെ താഴ്ത്തു. और तीसरा आयत में कहता है कि वह तुम्हें नम्र बनाएंगे. നിന്നെ വിശപ്പിക്കും. तुम्हें भूख लगने पाएंगे. അപ്പം കൊണ്ട് മാത്രമല്ല, യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു എന്നാണ് മോശ പറഞ്ഞത്. उसने ऐसा कहा जिसे ना तो और ना तेरे पुरखों के जानते थे, वही तुझको खिलाएगा, इसलिए कि वह तुझको सिखाए कि मनुष्य केवल रोटी से ही नहीं जीवित रहता, परंतु जो जो वचन यहोवा के मुंह से निकलते हैं उन्हीं से भी वह जीवित रहता है. അതേ വചനമാണ് പിശാച് യേശുവിനോട് പറയുന്നത്. യോഹൻ ലൂക്കോസിന്റെ സുവിശേഷം 4:3 പറയുന്നു, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോടൊപ്പമായി തീരാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. यही वचन लेकर शैतान यीशु मसीह से कहा है, लूका का सुसमाचार 4 3 आयत में. और शैतान ने उसे कहा, यदि तू परमेश्वर के पुत्र है तो इसी पत्थर से कह कि रोटी बन जाए. യേശുവിനോട് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. यीशु ने उत्तर दिया कि लिखा है, मनुष्य केवल रोटी से जीवित ना रहेगा. നമുക്ക് ദൈവവചനം അറിയാവുന്നതിനേക്കാൾ സ്പഷ്ടമായിട്ട് പിശാചിന് സാത്താന് ദൈവവചനം അറിയാം. परमेश्वर के वचन जितना जानता है उसी से स्पष्ट रीति से शैतान परमेश्वर के वचन को जानते हैं. അപ്പോൾ കർത്താവിന് ശിഷ്യന്മാരുടെ കാലമായപ്പോൾ പറഞ്ഞു, സാത്താനും വചനം അറിയുകയും അവന്റെ മുമ്പിൽ വിറയ്ക്കുകയും ചെയ്യുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. यीशु मसीह अपने चेलों से भी यही कहने लगे कि जब शैतान परमेश्वर के वचन जानते भी है, परमेश्वर के सामने वह कांपता भी है. അപ്പോൾ ഇവിടെ വായിച്ചത് ആവർത്തന പുസ്തകം 2 നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തന്റെ കൽപ്പനകൾ പ്രമാണിക്കുകയോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തി. तो व्यवस्था 8वां अध्याय 2 आयत में हम देखते हैं, और स्मरण रख कि तेरा परमेश्वर यहोवा उन 40 वर्षों में तुझे सारे जंगल के मार्गों में से इसलिए ले आया है कि वह तुझे नम्र बनाए और तेरी परीक्षा करके यह जान ले कि तेरे मन में क्या क्या है और कि तू उसकी आज्ञाओं का पालन करेगा व नहीं. അപ്പോൾ 1 വർഷം കർത്താവ് ഒരു ദിവസമായിട്ട് എണ്ണി. तो 1 साल परमेश्वर ने एक दिन के समान गिना. 40 വർഷം മരുഭൂമിയിൽ ജീവിച്ച കാലം യേശു തമ്പുരാൻ 40 ദിവസമാക്കി ആ ഉപവാസം ആരംഭിച്ചു. जब 40 साल इसराइल लोग मरुस्थल में चल रहे थे, उसी को यीशु मसीह के जीवन में वो 40 दिन बनाकर मरुस्थल में यीशु मसीह परीक्षा में അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. താഴ്ത്തും വിശപ്പിക്കും. यहाँ पर जो कहता है कि वह तुझको नम्र बनाए और भूख भी होने दिया. അപ്പോൾ ഈ വിശപ്പ് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യനും ഉള്ളതാ. तो ये भूख लगता है वो सारे मनुष्य के जीवन में होते हैं. ഈ നമ്മൾ ഉപവാസമൊക്കെ കഴിയുമ്പോൾ ഏത് ഭക്ഷണം കിട്ടിയാലും വളരെ രുചികരമായി തോന്നും.
अब उपवास होने की बात, उपवास जब खत्म हो जाता है, कौन सा भी खाना हमें मिलेगा तो बहुत स्वादिष्ट बन जाता है। ശലോമോൻ പറഞ്ഞു ഏത് ഭക്ഷണവും തിന്ന് തൃപ്തി പ്രാപിച്ചാൽ പിന്നീട് തേൻകട്ട പോലും അത് ചവിട്ടിക്കളയുമെന്ന് പറഞ്ഞു. सलोमन ने कहता है कौन सा भी भोजन हो अच्छा से खा के पेट भर जाता है, जब तृप्त हो जाता है उसके बाद जब हनी का जो टुकड़ा भी दे दे उसको भी लात मारेगी। നമ്മൾ ഈ നല്ല വിവാഹ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ അറിയാം, നല്ല ഭക്ഷണം കഴിച്ചൊടുവിൽ ഐസ്ക്രീം കൊടുക്കും. शादी में जाने के समय वहां पर हमको अच्छा भोजन मिलता है, उसके बाद आइसक्रीम देते हैं। എനിക്ക് ഷുഗർ ഒത്തിരി ഉണ്ട്, എന്നാലും ഞാൻ 2-3 ഐസ്ക്രീം ഒക്കെ തിന്നും. प्रभु के दास को शुगर तो बहुत होता बहुत है, तो भी 2-3 आइसक्रीम खा जाएगी। ഇനിയും പറയുന്നു ഞാൻ ഇതുവരെ ഗുളിക എടുക്കുന്നില്ല, ഇപ്പൊ ഇങ്ങനെ പോട്ടെ, എവിടെ വരെ ഓടും അത്രേ ഓടാൻ താല്പര്യപ്പെട്ടിരിക്കുക. अभी तक दवाई नहीं लिया है, दवाई नहीं लूंगा, जितना तक दौड़ता है उतना तक दौड़ते रहेंगे। എന്റെ മക്കളോട് ഞാൻ പറഞ്ഞു എന്നെ ഭോപ്പാലിൽ കൊണ്ടുവന്ന ആശുപത്രി കൊണ്ടിടാനാണ്, എന്നെ കൊണ്ടുപോകരുതെന്ന് പറഞ്ഞു. मैंने मेरे बच्चों से कहा भोपाल में मुझे लेके जाते हैं अच्छी बात है, लेकिन मुझे हॉस्पिटल में नहीं लेके जाना। അന്നേരം പറഞ്ഞു മരുന്നെടുക്കത്തില്ലെങ്കിൽ മുദ്ര പേപ്പറിൽ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു. तो उसने ऐसा कहा है अगर दवाई नहीं लेगा तो जो पेपर में लिख के देना है। ഞാൻ പറഞ്ഞു നിങ്ങൾ എഴുതിക്കോ, ഞാൻ ഒപ്പിട്ട് തരാമെന്ന് പറഞ്ഞു. मैंने बोला तुम लोग लिखो, मैं साइन करके दूंगा। അപ്പൊ അത് രോഗത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞതാ. वो बीमारी के बारे में बताया है। ഐസ്ക്രീം 2-3 കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഐസ്ക്രീം ചുമ്മാതെ കിട്ടുന്നതാണെങ്കിലും തിന്നാൻ തോന്നത്തില്ല. आइसक्रीम जो मिलने के समय जब खा लेता है, बाद में फिर बुकट में देगा तो भी खाने के लिए मन नहीं लगता है। കാരണം പിന്നെ ചവിട്ടിക്കളയാനേ കൊള്ളുവെന്നാണ് ശലോമോൻ പറയുന്നത്. ये सलोमन कहता है फिर वो लात मारने के लिए हो जाएंगे। എന്നാൽ ഉപവാസത്തിനിരിക്കുന്ന സമയത്ത് ഉപവാസം കഴിയുമ്പോൾ ഒരു ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ അത് വളരെ സ്വാദിഷ്ടമായിട്ട് തോന്നും. हमें जब उपवास में बैठ के उपवास खत्म हो जाता है, तभी मिलने वाला जो भोजन, कौन सा भी भोजन होने दो, वो एकदम स्वादिष्ट लगता है। മനുഷ്യന്റെ ഈ വീക്ക്നെസ് സാത്താന് നന്നായി അറിയാം. इंसान के ये कमजोरी शैतान अच्छी तरह से जानते हैं। സാത്താൻ ആ സ്ഥാനം മുതലെടുക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. शैतान उसी जगह को फायदा उठाने के लिए यहाँ पर आ गया है। ആ മുതലെടുപ്പ് കർത്താവ് മോശയുടെ ന്യായപ്രമാണത്തിൽ തന്നെ വിജയിച്ചു എന്നാണ് അവിടെ വായിക്കുന്നത്. उसी जो फायदा उठाने के लिए आया है, तो यीशु मसीह उसी परमेश्वर जो मूसा का लिखा हुआ वचन के द्वारा ही वहां पर विजय पाया। ആവർത്തനം 8:4 വായിക്കുന്നു, 40 സംവത്സരം നീ ധരിച്ച വസ്ത്രം ജീർണിച്ചു പോയില്ല, നിന്റെ കാൽ വീങ്ങിയില്ല. ഒത്തിരി കാര്യങ്ങൾ താഴോട്ട് പറയുന്നുണ്ട്. 8वां अध्याय उसके 4 आयत से लेके देखिएगा तो वहां पर कई सारे बातें लिखा है, लेकिन 4 में लिखा है इन 40 वर्षों में तेरे वस्त्र पुराने ना हुए और तेरा तन से भी नहीं गिरा है और ना तेरे भाव फूका है। നിന്റെ 10ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെ കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യണമെന്ന് പറഞ്ഞു. उसके 10वां आयत में लिखा है और तो पेट भर खाएगा और उस उत्तम देश के कारण जो तेरा परमेश्वर यहोवा तुझे देगा उसका धन्य मानेगी। 11ാം വാക്യത്തിന്റെ ദൈവമായ യഹോവയെ നീ മറക്കാതിരിക്കാൻ സൂക്ഷിച്ചോളണമെന്ന് പറഞ്ഞു. 11 आयत में लिखा है इसलिए सावधान रहोगे, कहीं ऐसा ना हो कि अपने परमेश्वर यहोवा को भूल कर उसकी जो जो आज्ञाएं नियम या विधियों को आज मैं तुझे सुनाता हूँ उनको मानना छोड़ दे। 12ാമത്തെ വാക്യം വന്നപ്പോൾ പറഞ്ഞു, നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച് നല്ല വീട് പണിത് അവയിൽ പാർക്കുമ്പോഴും നിന്റെ ആടുമാട് പിന്നെ സമ്പത്ത് വർദ്ധിക്കുന്ന കാര്യം പറഞ്ഞിട്ട് പറഞ്ഞു, നിന്റെ ഹൃദയം നിഗളിക്കരുതെന്ന് പറഞ്ഞു. और कहता है कि ऐसा ना हो कि जब तो खाकर तृप्त हो और अच्छे अच्छे घर बनवाकर उनमें रहने लगे और तेरी गाय बैलों और भेड़ बकरियों की बढ़ोतरी और तेरा सोना चांदी और तेरा सब प्रकार के धन बढ़ जाए, तुम परमेश्वर के सामने घमंड अहंकार ना बना। ദൈവത്തെ ഭയപ്പെടുന്ന കാര്യം പറഞ്ഞു. ദൈവത്തിന് വേണ്ടി നാം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ പണ്ടത്തെ അവസ്ഥയെ കുറിച്ച് മറക്കരുതെന്ന് പറഞ്ഞു. परमेश्वर को भय मानना और परमेश्वर हमें सारे आशीषों देने के समय हमारा पुराना समय के बारे में हम भूलना चाहे, परमेश्वर याद दिलाते हैं.
നമ്മുടെ ദൈവമായ യഹോവ നമ്മളെ അനുഗ്രഹിച്ചു കഴിയുമ്പോൾ പണ്ടത്തെ സ്ഥിതി മറക്കരുതെന്ന് പറയും. हमारा परमेश्वर यहोवा हमें आशीष देने के समय हमारा पुराना जो समय के बारे में हम भूलना चाहिए. 14 വാക്യത്തിൽ വന്നപ്പോൾ നിന്റെ ഹൃദയം നിഗളിക്കാതിരിപ്പാനും നിന്നെ പണ്ട് അടിമയായിരുന്നിടത്തുനിന്ന് കൊണ്ടുവന്നു എന്നുള്ള കാര്യത്തെ കുറിച്ച് നിന്റെ മക്കൾക്ക് നീ പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു. और कहता है कि तब तेरा मन में अहंकार मसा जाए और तू अपने परमेश्वर यहोवा को भूल ना जाए जो तुझको दासत्व से अर्थात मिस्र देश से ले आया है. ये सब हमें तेरे जीवन में रहने के समय तुम्हारा जो पीढ़ियों को भी ये बातों को समझाना. 16 വാക്യത്തിൽ നിന്നെ താഴ്ത്തി പരീക്ഷിച്ച് പിൽകാലത്ത് നിനക്ക് നന്മ ചെയ്യേണ്ടതിന് മരുഭൂമിയിൽ നിന്റെ പിതാക്കന്മാർ അറിയാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു എന്നുള്ള കാര്യം നിന്റെ മക്കൾക്ക് നീ പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു. 16 में आने के समय ऐसा कहता है कि और तुझे जंगल में जब मन्ना खिलाया जिससे तेरे पूर्व को जो पूर्व जानते भी नहीं थे, इसलिए कि वह तुझे नम्र बनाए और तेरे परीक्षा करके अंत में तेरा भला ही किया है. ये सारे बातों तेरे पीढ़ियों को भी तुम समझाना. എന്റെ ദൈവം എനിക്കൊരു ഭാഗ്യം തന്നു. मेरा परमेश्वर मुझे एक धन्य अवस्था दिया है. ഞാൻ സുവിശേഷീകരണത്തിറങ്ങി ആരെങ്കിലും എനിക്കൊരു അല്പം നന്മ തന്നാൽ ഞാൻ എന്റെ മക്കളോടും മരുമക്കളോടും എന്റെ ഭാര്യയോടും പറയും. मैं जब सेवकाई करने के समय अगर कोई भी मुझे कुछ भलाई किया है तो मैं अपने पत्नी से और बच्चों से और बहु जवाइयों से भी बताता हूँ. ഇന്ന ആളെനിക്ക് തന്നു എന്ന് പറയുന്നത് അവരും സ്തോത്രം ചെയ്യണം, അതിനു വേണ്ടിയാണ്. ये व्यक्ति ये फलाना व्यक्ति मुझे मदद किया करके बोलने के समय उन लोग भी उसको लेकर धन्यवाद करने के लिए. എനിക്ക് പല ദൈവദാസന്മാരെ അറിയാം, ആരെങ്കിലും കൈ തുറന്നവർക്ക് കൊടുത്താൽ അവരുടെ ഭാര്യയോടും മക്കളോടും അവർ പറയത്തില്ല. मुझे मालूम है कई प्रभु के दास लोगों को अगर कोई भलाई उनको किया है तो अपना पत्नी से या बच्चों से नहीं करता है. പിന്നെ ചിലത് പറയാതിരിക്കുന്നത് പറഞ്ഞാൽ ഉടനെ സാരി 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 എന്ന് പറഞ്ഞ് ജവിളിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും, തുണിയെടുക്കുന്ന കാര്യം പറയും, ഇപ്പം വേണമെന്ന് പറയും. और कुछ लोग इसी कारण नहीं बोलता है, अगर पत्नी से बोलेगा तो बोलेंगे साड़ी लेना है, कपड़ा के बारे में बोलते रहेंगे. പിന്നെ എങ്ങനെ അത് ചെലവാക്കാനുള്ള വഴിയാ അവള് സംഘടിപ്പിക്കുന്നത്. फिर वो किसी भी तरह से वो पैसा खर्चा करके कदम करने के लिए वो कोशिश करता है. അത്ര നിൽക്കട്ടെ. 17 വാക്യം വന്നപ്പോൾ എന്റെ ശക്തിയും എന്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കിയെന്ന് നിന്റെ ഹൃദയത്തിൽ പറയാതിരിക്കാതെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. 17 में हम पढ़ते हैं और कहीं ऐसा ना हो कि तो सोचने लगे कि यह संपत्ति मेरे ही सामर्थ्य और मेरे ही भुजबल से मुझे प्राप्त हुई. എനിക്ക് കേരളത്തിൽ ഒരു പ്രമുഖനായ ദൈവദാസനെ അറിയാം. केरला में एक प्रसिद्ध परमेश्वर के दास को जानता हूँ. ഒന്നുമില്ലാതെ എന്റെ നാട്ടുകാരനെ ഒന്നുമില്ലാതെ കുടിലിനകത്തു നിന്നും രക്ഷയിലേക്ക് വന്ന ഒരു ദൈവദാസന്. मेरे गाँव का व्यक्ति है, जब उनके पास कुछ भी नहीं था, छोटा से एक झोपड़ा से उद्धार में आया हुआ है. ദൈവം കാലനീക്കത്തിൽ അദ്ദേഹത്തെ മാനിച്ച് അമേരിക്കയിലൊക്കെ പോയി കാശ് ഇഷ്ടം പോലായി. परमेश्वर ने आदर किया है, वो अमेरिका और ऐसा बाहर में कई जगह में गया, उनके पास बहुत सारे धन संपत्ति आया. അപ്പൊ ഞങ്ങള് ഗുജറാത്തിലൊക്കെ കിടന്ന് പട്ടിണി കിടന്ന് കർത്താവിന്റെ വേല ചെയ്യുക. അപ്പൊ ഞങ്ങളെ എല്ലാരും കൂടെ വിളിച്ച് സഹായം തരാനായിട്ട് ഞങ്ങളെ വിളിച്ചു വരുത്തി. हम लोग जब गुजरात में बहुत गरीबीपन में भूखा में परमेश्वर का सेवकाई कर रहे थे, तभी हमें कुछ मदद करने के लिए उन्होंने हमको वहां पर बुलाया. 4 പ്രാവശ്യം ഞങ്ങളെ ദൈവദാസന്മാരെ നടത്തിയ ചൊടിയിൽ 100 രൂപ വെച്ച് തന്നു. 4 बार परमेश्वर के दास लोगों को इकट्ठा किया है, लेकिन उनको ये सिर्फ केवल 100 रुपया दे दिए. ഞാൻ എന്റെ അടുക്കൽ നിന്ന് ആളോട് പറഞ്ഞു, ഈ അപ്പച്ചന്റെ ഈ കാശ് കൊണ്ടുപോയി എന്റെ പിള്ളേർക്ക് കഞ്ഞി വെച്ചാൽ പിള്ളേരെ ചൊറി മാറത്തില്ല, അതുകൊണ്ട് ദൈവദാസനെ ഇത് നിങ്ങൾക്ക് ഇരിക്കണമെന്ന് പറഞ്ഞ് ആ പുള്ളിയുടെ കൊടുത്തേക്ക് ഞാനിഞ്ഞ് പോരുന്നു. हाँ, मैंने वो पैसा लेके मेरे बाजू में प्रभु के दास है, उनको बोला देखो उनका पैसा लेके मैं अगर खाना बना के मेरे बच्चों को देंगे, बच्चों का जो कुछ लिए कम नहीं होएगी, इसलिए ये पैसा आप ही रखो, मैं नहीं लूंगा करके बोल के 100 രൂപ കിട്ടാൻ അതിനേക്കാൾ കൂടുതൽ വണ്ടിക്കൂലിക്ക് ചെലവാക്കി. क्योंकि ये 100 रुपया मिलने के लिए उससे भी कितना अधिक पैसा गाड़ी का खर्चा किया. നമ്മളെ വളരെ ചിന്തിക്കേണ്ട ചില വിഷയങ്ങളാ ഞാൻ പറഞ്ഞ കാര്യം. अब ये बहुत सोचने का एक विषय है. ശലോമോൻ പറഞ്ഞു, നീ ഭക്ഷണ പ്രിയനാകരുതെന്ന് പറഞ്ഞു. ഭക്ഷണത്തെ കുറിച്ചുള്ള ആർത്തി ഉണ്ടാകലെന്ന് പറഞ്ഞു.
सलोमो ने ऐसा कहा है कि तो खाने का लालच ना करना। ഭക്ഷണത്തിന് പ്രിയത കാണിച്ചതായ യാക്കോബ് ഈ ഇസഹാക്ക് ഒരു മകൻ ശപിക്കപ്പെട്ടവനായും വേറൊരു മകൻ അനുഗ്രഹിക്കപ്പെട്ടവനായും തീർന്നു. जो भोजन के कारण याकूब याकूब और जो एसाव है, एक श्रापित हुआ है, एक आशीष पाया है। ഭക്ഷണം കഴിച്ചാണ് തലമുറകളെ അനുഗ്രഹിക്കുന്നത് പണ്ട് കാലത്ത്. पहले जमाने में ऐसा करता है कि जो भोजन खाने के बाद बच्चों को आशीर्वाद देता है। അപ്പോൾ ഈ ഒരു ബലഹീനതയാണ് പിശാച് മുതലെടുക്കാൻ ഇവിടെ വന്നത്. तो एक कमजोरी को शैतान फायदा उठाने के लिए आया। ഈ കല്ലിനോടൊപ്പമായി തീരാൻ കൽപ്പിച്ചാൽ സാധിക്കും എന്നുള്ളത് പിശാചിന് നല്ലപോലെ അറിയാം. ये पत्थर से रोटी बन जाए करके बोलेगा तो होने वाला है करके शैतान अच्छी तरह से जानते हैं। 40 ദിവസം ഉപവാസത്തിനിരിക്കുമ്പോൾ വിശക്കുമ്പോൾ ആ അപ്പം തിന്നുമെന്നുള്ളതും ഇവന്റെ നിയമത്തെ വ്യതിചലിപ്പിക്കാൻ കഴിയുമെന്നുള്ളതും സാത്താൻ കണക്ക് കൂട്ടി. ये 40 दिन ऐसा बैठ के फिर भूख लगने के समय इसको रोटी बना के खाएगा तो इनका जो व्यवस्था को तोड़ सकता है करके शैतान जानते हैं। അപ്പോൾ രണ്ടാമത്തെ പരീക്ഷ പറഞ്ഞത് പിന്നെ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ കാണിച്ചിട്ട് പറഞ്ഞു, ഈ അധികാരം എന്റേതാണ്, ഈ അധികാരം നിനക്ക് തരാം, നീ ഒന്ന് വണങ്ങാമെങ്കിൽ തരാമെന്ന് പറഞ്ഞു. दूसरा जो परीक्षा उनके यीशु से किया तब शैतान ने उसे ले गया और उसको जो पल भर में जगत के सारे राज्य दिखा दिया और कहा ये सब कुछ मेरा है, मेरा मर्जी में मैं किसी को भी दे सकता है करके कहा। ഇന്ന് പെന്തക്കോസ്ത് സമൂഹത്തെ കാർന്ന് തിന്നുന്ന ഒരു വലിയ ബാധയാണ് ഈ അധികാര ഭ്രമം എന്ന് പറയുന്ന അധികാരമോഹം. जो आज भी पेंतकोस्त कलीसिया के अंदर पेंतकोस्त लोगों के बीच में सभी लोगों को नाश करने वाला सबसे बड़ा एक बात यह है कि अधिकार का जो मोह है। ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിന്റെ 11 മുതൽ വായിക്കുമ്പോൾ व्यवस्था विवरण 6वां अध्याय उसके 11 आयत से पढ़ेगा तो നീ പണിയാത്തത് നല്ലതുമായ പട്ടണങ്ങളും നീ നിറയ്ക്കാത്ത സമ്പത്ത് നിറഞ്ഞിരിക്കുന്ന വീടുകളും നീ കുഴിക്കാത്ത കിണറുകളും നീ നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും നിനക്ക് തരികയും നീ തിന്ന് തൃപ്തി പ്രാപിക്കുകയും ചെയ്യുമ്പോൾ നിന്നെ അടിമ വീടായ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന യഹോവയെ നീ മറക്കരുതെന്ന് പറഞ്ഞു. आमीन। 6वां अध्याय उसके 11 आयत से ऐसा लिखा है, और अच्छे अच्छे पदार्थों से भरे हुए घर जो तूने नहीं भरे, और जो खोदे नहीं कुएं है, और तो जिन्हें खोदे है जो दाग बारियां है, और ऐसा ऐसा जो आशीष तेरे जीवन में मिलने के समय हमें जब सावधान रहना कि कहीं ऐसा ना हो कि तो यहोवा को भूल जाए। യേശുവിനോട് പറയാണ് ഈ അധികാരം എന്റെ വകയാണ്. शैतान यीशु मसीह से कहता है ये सारे अधिकार मेरा है, നീ ഒന്ന് വണങ്ങിയാൽ മതി, ഇത് മുഴുവൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു. केवल तू मुझे दंडवत करो, ये सब कुछ मैं तुझे दे दूंगा। അപ്പോൾ അതിന്റെ 13-ാം വാക്യത്തിൽ നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെട്ടവനെ സേവിക്കണമെന്ന് പറഞ്ഞു. और 13 आयत में कहता है कि अपने परमेश्वर यहोवा का भय मानना, उसी की सेवा करना, അവന്റെ നാമത്തെ സത്യം ചെയ്യണമെന്ന് പറഞ്ഞു. और उसी के नाम के शब्द खाना। അങ്ങനെ ദൈവത്തിന്റെ വഴികളിൽ നിൽക്കുന്ന കാര്യത്തെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ऐसा परमेश्वर के मार्ग में खड़ा होने के बारे में यहाँ कहते हैं। 10-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം നിന്റെ ദൈവമായ യഹോവയെ നീ ഭയപ്പെടണം, അവനെ സേവിക്കണം, അവനോട് ചേർന്നിരിക്കണം, അവന്റെ നാമത്തിൽ സത്യം ചെയ്യണം എന്നിത്യാദി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. और 10वां आयत का 20वां वचन से ऐसा कहता है कि और परमेश्वर यहोवा का भय मानना, उसी की सेवा करना, और उसी में लिपट रहना, और उसी के नाम की शपथ खाना, ऐसा बातों को यहाँ ന്യായപ്രമാണത്തിൽ എഴുതിയത് തന്നെയാണ് പിശാച് യേശുവിനെ പരീക്ഷിക്കാനായിട്ട് തുടങ്ങിയത്. जो व्यवस्था में लिखा हुआ है उसी को लेकर शैतान यीशु मसीह को परीक्षा किया। നമ്മൾ ഏത് കാര്യത്തെ അധികം സ്ഥാപിച്ച് സ്ഥിരീകരിക്കുന്നു ആ ഭാഗത്തുനിന്നാണ് സാത്താന്റെ പ്രവർത്തനം. हम कौन सा विषय में अधिक ध्यान रख के उसको स्थापित करके उसी में आगे बढ़ने के लिए कोशिश करते हैं, उसी विषय में शैतान ध्यान देता है। അപ്പൊ ഇവിടെ ലൂക്കോസിന് സുവിശേഷത്തിൽ വായിച്ചത് ആ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവനെ കാണിച്ചു.
लूका का सुसमाचार में हमने ऐसा पढ़ा है कि हमें यीशु मसीह को शैतान वहां से ले गया और क्षण भर में जो जगत की सारे राज्य उन्हें दिखाए। ഈ അധികാരം ഈ ലോകത്തിലുള്ളതിന്റെ സകല അധികാരി ഞാനാണ്, നീ എന്നെ വണങ്ങാമെങ്കിൽ നിനക്ക് തരാമെന്ന് പറഞ്ഞു. ये दुनिया के सभी चीजों का सारे अधिकारी मैं हूँ, अगर तू मुझे दंडवत करेगा तो ये सब कुछ मैं तुझे दे दूंगा। 7-ാം വാക്യത്തിൽ എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നെന്ന് പറഞ്ഞു. മനസ്സുള്ളവന് കൊടുക്കും. ना तो आयत में कहता है मुझे हमें जिस पर प्रसन्न होता है मैं उसको दे दूं। നീ എന്നെ നമസ്കരിച്ചാൽ അതല്ല നിന്റേതാകും എന്ന് അവനോട് പറഞ്ഞു. हमें तो मुझे दंडवत करेगा तो ये सब कुछ तेरा हो जाएंगे करके कहा। അപ്പം നമ്മുടെ ബലഹീനതയാണ് അവിടെ ചോദ്യം ചെയ്യുന്നത്. हमारा जो कमजोरी जहां पर है वहां पर सवाल किया എന്നാൽ जाता है। സങ്കീർത്തനക്കാരനോ യെശയ്യാവ് പറഞ്ഞു നമ്മുടെ ബലഹീനതയെ കർത്താവ് ചുമന്നു എന്നാണ് വായിക്കുന്നത്. लेकिन भजन संगीत में और यशायाह में ये कहता है कि हमारा जो बलहीनता है, हमारा कमजोरियों को उसने अपने ऊपर ले लिया है। നമുക്ക് പ്രലോഭനം ഉണ്ടാകുമ്പോൾ നമ്മൾ കർത്താവിൽ ആശ്രയിക്കാൻ അവിടെ പറഞ്ഞത്. जब प्रलोभन आता है तभी हम परमेश्वर पर भरोसा रखने के लिए कहते हैं। 8-ാം വാക്യത്തിൽ പറഞ്ഞു, യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. लूका 4:8 में लिखा है कि यीशु ने उसे उत्तर दिया, लिखा है कि तो प्रभु अपने परमेश्वर को प्रणाम कर और केवल उसी की उपासना कर। ഇസ്രായേൽ മക്കളുടെ മനസ്സിലിരിക്കുന്നത് എന്താണെന്ന് അറിയാനാണ് 40 വർഷം ഇവരെ മരുഭൂമിയിൽ നടത്തിയതെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. इसराइल लोगों के मन में क्या क्या है करके समझने के लिए उन्हें 40 साल तक मरुस्थल में चलाया करके वचन पढ़ते हैं। എന്നെയും നിങ്ങളെയും നമ്മളെ കർത്താവ് ഇങ്ങനെ പരീക്ഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയ വിചാരം എന്താണെന്ന് അവൻ അറിയണം. അതാണ് പരീക്ഷ. आमीन। मेरा और आपका जीवन में यह परीक्षा आने के समय हमारा हृदय का विचार क्या है करके उनको मालूम पड़ना है। यह है परीक्षा। അതിന്റെ 9-ാം വാക്യം വന്നപ്പോൾ 9वां आयत में आने के समय പിന്നെ അവൻ അവനെ യെരുശലേമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. उसने उन्हें यरूशलेम में ले जाकर ദൈവാലയത്തിന്റെ അഗ്രത്തിന് മേൽ നിർത്തി. मंदिर के कांगूरे पर खड़ा किया। അവനോട് നീ ദൈവപുത്രനെങ്കിൽ ഇവിടുന്ന് താഴോട്ട് ചാടുക എന്ന് പറഞ്ഞു. और उससे कहा यदि तू परमेश्वर का पुत्र है तो अपने आप को यहाँ से नीचे गिरा दे। നമ്മളെ ഒരു കാര്യം മനസ്സിലാക്കണം. हम एक बात समझना है, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ബലവാനായ ദൈവമാണ് ഇവിടെ പറയുന്ന കർത്താവായ യേശുക്രിസ്തു എന്നുള്ളത്. आसमान और धरती को बनाया हुआ, सब कुछ सृष्टि किया हुआ बलवंत जो परमेश्वर है, हम देखते हैं यीशु मसीह। എതിരായിട്ട് നിൽക്കുന്നത് സാത്താനാണ്. उनके विरुद्ध में जो खड़ा है शैतान। യേശുവിന് പരീക്ഷയുണ്ടായി എന്ന് വരികിൽ മനുഷ്യനും പരീക്ഷയുണ്ടെന്ന് എനിക്കും നിങ്ങൾക്കും പരീക്ഷയുണ്ട്. यीशु मसीह के जीवन में परीक्षा आया है तो मनुष्य के जीवन में होता है और मेरा और आपका जीवन में भी होएंगे। നമ്മൾ ഏതിൽ അധികം മനസ്സ് സ്ഥാപിക്കുന്നോ ആ കാര്യത്തിൽ പരീക്ഷ ഉണ്ടാവും. हम किस बात में ज्यादा मन लगाया जाता है उसी में परीक्षा होता है। ആ പരീക്ഷ ജയിക്കുക എന്നുള്ളതാണ് കർത്താവിന്റെ കാര്യം. उस परीक्षा को जीतना है, यह है परमेश्वर का विषय। ആ ജയിക്കുക എന്നുള്ളതാണ് നമ്മളെ ഏൽപ്പിച്ച ദൗത്യം. उस परीक्षा में जीतना है, हमें परमेश्वर सौंपा हुआ। എന്നിട്ട് പറയുകയാണ് നിന്നെ കാപ്പാൻ അവൻ ദൂതന്മാരോട് കൽപ്പിക്കും എന്നുള്ള വാക്യം ബൈബിളിൽ എടുത്തു പറഞ്ഞു. तो बाइबल से यह पद को निकाल के उसने कहा है, क्योंकि लिखा है कि वह तेरे विषयों में अपना दूतों से आज्ञा देगा कि वह तेरा रक्षा करे। അത് എഴുതിയിരിക്കുന്നത് 91-ാം സങ്കീർത്തനത്തിന്റെ 11-ാമത്തെ വാക്യത്തിലാണ്. हमें भजन संगीता 91 उसका 11 आयत में लिखा है। 10-ാം വാക്യത്തിൽ ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ലെന്ന് പറഞ്ഞു. क्योंकि उसका 10वां आयत में कहता है कि कोई भी विपत्ति तुझ पर ना पड़ेगी। ഒരു ബാധയെ നിന്റെ കൂടാരത്തിന് അടുക്കയില്ലെന്ന് പറഞ്ഞു. कोई बाधा तेरे डेरे के निकट आएगा। നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കുമെന്ന് പറഞ്ഞു. क्योंकि वह अपने दूतों को तेरे निमित्त आज्ञा देगा कि जहां कहीं तू जाए वहां तेरी रक्षा करे। നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളുമെന്ന് പറഞ്ഞു. मैं तुझको हाथों हाथों उठा लेगा, ऐसा ना हो कि तेरे पाँवों को पत्थर से ठेस लगे।
ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നു, അതേ വാക്യം അതുപോലെ തന്നെ എടുത്താണ് സാത്താൻ യേശുവിനെ പരീക്ഷിക്കുന്നത്. लूका का सुसमाचार में जो लिखा है उसी वचनों को लेकर शैतान यीशु मसीह को परीक्षा करता है. കാരണം യേശു കർത്താവ് ലോകത്തിൽ വന്നത് സാത്താനെയും അതിന്റെ ശക്തിയെയും ത്യജിക്കാനാണ് വന്നത്. यीशु मसीह इस दुनिया में आया है शैतान और उनका शक्ति को त्याग देने के लिए. അപ്പോൾ അവിടെ ഒരു വലിയ യെരുശലേമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദൈവാലയത്തിന്റെ അഗ്രത്തിൽ കൊണ്ട് നിർത്തിയിരിക്കുക. तो अभी यीशु मसीह को वहां से ले गया है, यरूशलेम मंदिर के एकदम कोने पर खड़ा किया हुआ है. ഞാന് ചിലര് പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട പിന്നെ പിശാചുമില്ല, പരീക്ഷകനുമില്ല, പരീക്ഷകൻ അടുത്തു വരികയില്ല എന്ന. कुछ लोग भाषण देते हुए मैंने सुना है, अगर हम उद्धार पाया बपतिस्मा लेगा तो शैतान नहीं है और शैतान का कुछ परीक्षा भी हमारे पास नहीं आएंगी. പക്ഷെ ഞാൻ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ എന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നു, നാം ദൈവത്തിലേക്ക് അടുക്കുന്തോറും പരീക്ഷ നമുക്ക് വർദ്ധിച്ചു വരികയാണ്. लेकिन मैं परमेश्वर के वचन के आधार अनुभव से कहना चाहता हूँ कि हम परमेश्वर से जितना करीब हो जाएंगे उतना तक परीक्षा भी बढ़ती जाएगी. സാത്താൻ പറയുന്നത്, നീ ദൈവപുത്രനെങ്കിൽ ഇവിടുന്ന് താഴോട്ട് ചാടുക എന്ന് പറഞ്ഞു. और यहाँ पर शैतान कहता है तो परमेश्वर का पुत्र है तो यहाँ से नीचे तुम्हें गिरा दे. നിന്നെ കാപ്പാൻ അവൻ തന്നെ ദൂതന്മാരോട് കൽപ്പിക്കുമെന്ന് പറഞ്ഞു. क्योंकि लिखा है कि वह तेरे विषय में अपने दूतों से वह आज्ञा दे कि तेरी रक्षा करे. നിന്റെ കാൽ കല്ലിൽ തട്ടാതെ വണ്ണം അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്ന് പറഞ്ഞു. और वे तुझे हाथों हाथों उठा लेंगे, ऐसा ना हो कि तेरे पाँव में पत्थर से ठेस लगे. എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് അവിടെ പറഞ്ഞത്. ऐसा लिखा है करके यहाँ कहते हैं. ആ എഴുതിയിരിക്കുന്നതാണ് 91 സങ്കീർത്തനം 11 വാക്യം ഞാൻ വായിച്ചത്. वो लिखा है भजन संगीत के पुस्तक 91 का 10 आयत से लेके. നോക്കണേ, സാത്താന് നന്നായി ന്യായപ്രമാണം വചനം നന്നായി അറിയാം. देखिए शैतान व्यवस्था को, परमेश्वर के वचनों को अच्छी तरह से जानते हैं. ശലോമോൻ പറയുന്നു, നീ തെറ്റ് ചെയ്താൽ ഞാൻ അത് കണ്ടുവെക്കുന്നു എന്ന്. കണ്ടുവെക്കും. शलोमोन कहता है अगर तू गलत करेगा तो मैं देख के रखूंगा. നീ കണ്ടുവെക്കുന്നത് കൊണ്ട് ആ പോയിന്റിലാണ് കർത്താവ് നമ്മളെ പിടിക്കുന്നത്. जो वह देख के रखता है इसलिए उसी बातों में हमें पकड़ा जाता है. നിന്നെ കാക്കേണ്ടതിന് അവൻ തന്നെ ദൂതന്മാരോട് കൽപ്പിക്കുമെന്നുള്ളതാണ്. तो तेरा रखवाली करने के लिए अपनी दूतों को वह आज्ञा देंगे. അതിന് 12-ാമത്തെ ഭാഗം, യേശുവിനോട് നിന്റെ കർത്താവ് ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. यीशु ने उससे उत्तर दिया, यह भी कहा गया है कि तू अपना परमेश्वर की परीक्षा ना करना. അപ്പൊ ദൈവത്തെ നീ പരീക്ഷിക്കരുത്. तू परमेश्वर का परीक्षा ना करना. വിശ്വാസത്തിൽ വന്നതിന് ശേഷം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിന്റെ ദൈവത്തെ പരീക്ഷിക്കാൻ നീ ഒരുങ്ങരുത്. जब विश्वास में आने के बाद तुम्हारे जीवन में समस्या आ जाएंगे, तुम परमेश्वर को परीक्षा करने के लिए कोशिश ना. എല്ലാം ദൈവഹിതമാണ്, ദൈവ ഇഷ്ടമാണ്, അവൻ അറിയാതെ എന്റെ തലയിൽ നിന്ന് ഒരു രോമം പൊഴിഞ്ഞു പോകയില്ല എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ആ വിശ്വാസത്തെ പരിണാമകരമാക്കി തീർക്കാൻ നമ്മുടെ കർത്താവിന് കഴിയും. सब कुछ परमेश्वर की इच्छा के द्वारा होता है. हमारा सिर से एक बाल भी नहीं गिरेंगे परमेश्वर के अनजान से. ऐसा है तो यह सब कुछ हमारे भलाई में बदल जाएंगे, हम ये विश्वास करते. അപ്പൊ ന്യായപ്രമാണത്തിൽ നിന്നാണ് മോശ പറഞ്ഞതായ 3 കാര്യമെടുത്താണ് യേശുവിനെ സാത്താൻ പരീക്ഷിക്കുന്നത്. व्यवस्था में मूसा ने लिखा हुआ जो 3 बातों को लेकर शैतान यीशु मसीह को परीक्षा किया है. യേശു ദൈവപുത്രനായതുകൊണ്ട് ആ 3 പരീക്ഷയും ന്യായപ്രമാണത്തിൽ തന്നെ കർത്താവ് ജയിച്ചു. इस परमेश्वर के पुत्र होने के नाते वो तीनों जो परीक्षा है व्यवस्था के वचनों से लेकर जीता है. അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി. जब शैतान सब परीक्षा कर चुका तब वह कुछ समय के लिए उसके पास से चले गए. അപ്പൊ കുറെ കാലത്തേക്ക് വിട്ടുമാറി എന്നുള്ളതാണ്. जो कुछ समय के लिए यीशु मसीह को छोड़ के गया. എന്നാൽ വിട്ടുമാറിയെങ്കിലും പൂർണ്ണമായി പിശാച് വിട്ടുമാറിയില്ല. लेकिन शैतान यीशु से छोड़कर गया है तो भी पूरी रीति से नहीं गया. അവനിങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. वह उनका जीवन में परीक्षा देते ही रहा. അതിന് അന്നത്തെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും പരീക്ഷന്മാരെയും ശത്രുതയ്ക്കായി എഴുന്നേൽപ്പിച്ചു.
उस समय का जो शास्त्री फरीसी और महायाजक लोगों को यीशु मसीह के विरुद्ध में शैतान खड़ा किया। കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചതുപോലെ യേശുവിന്റെ അമ്മയുടെ മക്കളെ ആ യാക്കോബ് യോസ യൂദാ ശിമോൻ അവരെ പിശാചി കയ്യിൽ ഉപയോഗിച്ചു. क्या दिनों में मैं बोला जैसा यीशु मसीह के जो मरिया का बच्चा लोग था, जैसा योसे यूदा जो शिमोन ऐसा जो भाई लोग हैं उन्हें भी यीशु मसीह के विरुद्ध में खड़ा किया। അപ്പോൾ സ്വന്തമായവര് യേശുവിനെ പരീക്ഷിച്ചു കൊല്ലാൻ വഴിയൊരുക്കി. സ്വന്തമായവര് उसने खुद यीशु मसीह को परीक्षा करके गिराने के लिए, खत्म करने के लिए कोशिश की। സ്വന്തം കുടുംബത്തിലെ അമ്മയുടെ മക്കള് തന്നെ കൊല്ലാനുള്ള പദ്ധതികൾ തയ്യാറാക്കി. उसका घर में जो हमें माँ के बच्चे लोग ही उनके विरुद्ध उन्हें खत्म करने के लिए कोशिश की। ക്രൂശിൽ കിടന്ന് യേശു യോഹന്നാനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മയെന്ന് പറഞ്ഞു. क्रूस में लेटा हुआ यीशु मसीह यूहन्ना को बुलाकर बोला, अपने माँ मरिया को बोला, ये तेरा माँ है करके। ഏതായാലും കർത്താവിന്റെ ക്രൂശുമരണ ഉയർത്തെഴുന്നേൽപ്പ് കണ്ടപ്പോൾ ആ അമ്മയുടെ മക്കളായ യാക്കോബ് യോസ് യൂദാ ശിമോനും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു. लेकिन यीशु मसीह का क्रूस का मृत्यु के बाद हम देखते हैं कि वो मृत्यु को देखा हुआ मरिया के बच्चे लोग है, जो योसे यूदा जो शिमोन, हमें इन लोग सब जो विश्वास में आए। ശൗലിനെ ദൈവം തമ്പുരാൻ ദമസ്കോസിന്റെ പടിക്കൽ വെച്ച് അടിച്ച് താഴെ ഇട്ടു. शाऊल को परमेश्वर ने दमस्कोस के फाटक के पास जो उन्हें गिरा दिया। ആ ശൗലിനോട് പറഞ്ഞു, നീ യെരൂശലേമിൽ നിൽക്കരുത്, പെട്ടെന്ന് അറബിയിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. उस शाऊल से परमेश्वर ने बोला, तुम यरूशलेम में मत रहना, तुम अरब देश में चले जा। നിന്റെ വീട്ടുകാർ നിനക്ക് ശത്രുക്കളായി നിൽക്കുമെന്ന് പറഞ്ഞു. तेरा घर के लोग तेरे शत्रु बन के खड़ा हो जाएंगे कहा। നിന്നെ പഠിപ്പിക്കുന്ന ഉപദേശകർ നിനക്ക് ശത്രുവാകുമെന്ന് പറഞ്ഞു. तुम्हें सिखाने वाला जो उपदेशक लोग तेरा विरुद्ध में खड़ा हो जाएंगे बोला। അങ്ങനെയാണ് പൗലോസ് അറബിയിലേക്ക് പോകുന്നത്. वैसा ही पौलोस अरब देश में चले गए। അറബിയിൽ 3 വർഷം കഴിഞ്ഞപ്പോൾ പത്രോസുമായി നേരിട്ട് മുഖപരിചയമാകാൻ മടങ്ങി വന്നു. वहां पर 3 साल के बाद पत्रोस के साथ मिलने के लिए वो लौट आया। അത് ഗലാത്യ ലേഖനം നമ്മളന്ന് വായിച്ചതാണ്. അത് യേശുവിന്റെ സഹോദരൻ യാക്കോബിനെ അല്ലാതെ മറ്റാരെയും കണ്ടില്ല എന്ന്. हम गलातियों के पत्री में पढ़ा है कि यीशु मसीह के जो भाई याकूब के सिवा और किसी को नहीं मिला। അതുകൊണ്ട് പൗലോസും പറഞ്ഞു, അവനവന്റെ ഭവനക്കാരാണ് അവൻ ആദ്യം ശത്രുക്കളാകുന്നത്. ये पौलुस ने कहा है, उनके घर वाला ही उनके पहले शत्रु बन जाएंगे। അതുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്യുന്ന വേലക്കാരെ നമ്മൾ ചിന്തിക്ക്, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇടത്തു നിന്നാണ് പ്രശ്നം വന്നു കയറുന്നത്. हम सोचना है, समझना है कि हम सोच नहीं सकता हुआ जगह से हमें परीक्षा आ जाएगी। ഞാൻ വിശേഷാൽ ഉത്തര ഭാരതീയരായ ദൈവദാസന്മാരോട് പറയുന്നു, मैं ये उत्तर भारत के प्रभु के सेवक लोगों से कहता हूँ, പ്രലോഭനം കൊണ്ടും അധികാരം കൊണ്ടും ശക്തി കൊണ്ടും ദൈവമക്കളെ പീഡിപ്പിക്കാൻ അവർ കയറങ്ങൾ നീട്ടുന്നത് ദൈവം കൂടെ അനുവദിച്ചിട്ടാണ്. प्रलोभन के द्वारा, शक्ति के द्वारा, अधिकार के द्वारा जो परमेश्वर के बच्चों के विरुद्ध वो हाथ बढ़ाता है, ये परमेश्वर के अनुमति से होता है। നമ്മുടെ വിനോദിന്റെ കാര്യം കഴിഞ്ഞ ദിവസവും ഇന്നും കർത്തൃദാസൻ ഓർപ്പിച്ചു. हमने तुम्हारे विनोद के बारे में गया दिनों में और आज भी प्रभु की दास याद दिलाया। ഇത്തരം ഒരുപാട് സംഭവങ്ങൾ ഉത്തര ഭാരതത്തിൽ നടക്കുന്നുണ്ട്. ऐसा बहुत सारे जो संभव उत्तर भारत में हो रहा है। എന്നെ ശബ്ദം കേൾക്കുന്നവരെ അതിനെതിരെ ഒന്ന് പ്രവർത്തിക്കാൻ എന്നെ ദൈവം ഉപയോഗിക്കുമോ എന്ന് ആര് പ്രാർത്ഥിക്കും? आप मेरे शब्द सुनने वाला प्रयोग, उसके विरुद्ध में खड़ा होने के लिए परमेश्वर मुझे इस्तेमाल करो करके कौन प्रार्थना करेंगे? കേരള മണ്ണിൽ കഴിഞ്ഞ കാലങ്ങളില് ദൈവത്തിന്റെ സഭയെ അപമാനിക്കാൻ ഇറങ്ങിയവരെ വിളിച്ച് ആ സഭയിൽ ഇരുത്തി പ്രാർത്ഥിക്കുന്നത് എന്റെ ജീവിതത്തിന്റെ നേരിട്ടുള്ള കാഴ്ചയാണ്. दिनों में केरला में कुछ सालों के पहले केरला में परमेश्वर के निंदा करने के लिए परमेश्वर के लोगों के विरुद्ध खड़ा हो गया हुआ लोगों को उसी कलीसिया के अंदर बिठा के प्रार्थना करने के लिए परमेश्वर अवसर दिया। നമുക്കെതിരെ കേസ് കൊടുക്കാനും കള്ളസാക്ഷി പറയാനും നിൽക്കുന്നവരെ വിളിച്ച് കർത്താവിന്റെ വേല ചെയ്യിപ്പിക്കാൻ കഴിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് നമ്മൾ വിശ്വസിക്കണം. हमारे विरुद्ध जो केस करने वाला, झूठा गवाही बोलने वालों को इकट्ठा करके उनको सुसमाचार बोल के उनको प्रचारक बनाने के लिए सर्वशक्तिमान है हमारे परमेश्वर। ദർശിനെ കുറിച്ച് പറയുന്നത് വേദവസ്തുവും വലിച്ചു കീറി തീയിടുകയും ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുകയും ചെയ്യുന്നവനെ കർത്താവായ ദൈവം തമ്പുരാൻ ഉത്തര ഭാരതത്തിലെ വേലയ്ക്കായി നേരെ നിർത്തി.
साधु सुंदर सिंह के बारे में ऐसा कहा जाता है कि वह बाइबल को फाड़ कर आग में जला दिया हुआ उसी व्यक्ति था। मसीह के विरुद्ध में खड़ा हो गया व्यक्ति को परमेश्वर बुलवा कर परमेश्वर का सेवकाई करने के लिए उत्तर भारत में खड़ा किया। ഇന്നത് ചെയ്യത്തില്ലെന്ന് നിങ്ങൾ കരുതുന്നുവോ? आज भी वो नहीं कर सकता है करके आप सोचते हैं क्या? നിങ്ങളെ ഉപദ്രവിക്കുന്ന അധികാരികളെ വിളിച്ച് കർത്താവിന്റെ സന്നദ്ധിയിലിരുത്തി പ്രാർത്ഥിപ്പിക്കാൻ കഴിയുന്ന ഒരു നല്ല ദൈവം നമ്മുടെ ദൈവമാണെന്ന് വിശ്വസിക്കുന്നു. मैं सताने वाले अधिकारी लोगों का बुलवा कर उन्हें उनके लिए प्रार्थना करने को, उन्हें परमेश्वर का सेवकाई में खड़ा करने के लिए आज भी हमारा परमेश्वर सर्वशक्तिमान है। ദൈവം നീതിയുള്ളവരാണെന്ന് വിശ്വസിക്കുന്നുവോ? परमेश्वर धार्मिक है करके आप विश्वास करते हैं क्या? ദൈവം ന്യായാധിപതിയാണ്, നമുക്ക് വേണ്ടി ന്യായം വിധിക്കുമെന്ന് വിശ്വസിക്കുന്നുവോ? परमेश्वर न्यायाधीश है, हमारे लिए न्याय चुकाएंगे करके क्या आप विश्वास करते हैं? നമ്മളെല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ പറയുന്നത്. हम सभी लोग जानते हुए विषयों के बारे में मैं कहता हूँ। ഇന്നത്തെ ഭരണകൂടത്തെ ചോദ്യം ചെയ്യാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. आज के अधिकारी लोगों को सवाल करने के लिए कोई भी शक्ति से नहीं होता है। എന്നാൽ ദൈവം തമ്പുരാൻ കോക്രോച്ച് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ എഴുന്നേൽപ്പിച്ചു. लेकिन परमेश्वर कॉकरोच करके एक झुंड को खड़ा किया। ഇപ്പോൾ പാർലമെന്റ് കൂടി 14 ദിവസമായിട്ടും ഈ അധികാരികൾ അവിടെ വരുന്നില്ല. अभी जो पार्लियामेंट में 14 दिन हो गए, अभी तक अधिकारी लोग वहां पर नहीं आ रहा है। ദൈവത്തിന്റെ നീതിയുടെ കരം വെളിപ്പെടുത്താൻ ദൈവത്തിന് കഴിയുമെന്ന് എന്നെ ശബ്ദം കേൾക്കുന്നവർ വിശ്വസിക്കുന്നു. परमेश्वर अपने धार्मिकता पूरी करने के लिए विश्वस्त है करके मेरे शब्द सुनने वाले आप विश्वास करते हैं क्या? നാം വിശ്വാസയോഗ്യരായി തീരുന്നെങ്കിൽ ദൈവം അത്ഭുതം നടത്തിയിരിക്കും. हम विश्वास योग्य बन जाएंगे, परमेश्वर चमत्कार करेंगे। ദൈവത്തിന് പ്രവർത്തിക്കാനുണ്ട്. परमेश्वर को काम करने के लिए है। ഉത്തര ഭാരതത്തിൽ ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങിയ ദൈവമക്കളെ തങ്ങളെ തന്നെ ധൈര്യപ്പെടണം. उत्तर भारत में परमेश्वर का सेवकाई के लिए उतरा हुआ परमेश्वर के दास लोग अपने आप ही आप बांधना। നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്നുള്ള ആത്മധൈര്യം ഉണ്ടാകണം. ईश्वर के संतान है करके हमारा आत्मा में ही आप होना चाहिए। മുമ്പേ അവന്റെ രാജ്യത്തെ കുറിച്ച് നീതിയെ കുറിച്ചും അന്വേഷിക്കുക. ദൈവം തമ്പുരാൻ നമുക്കുള്ളതെല്ലാം ചെയ്തു തരും. पहले परमेश्वर के राज्य और धार्मिकता का खोज करो, सब कुछ परमेश्वर हमारे लिए करके दूंगा। നിങ്ങൾ പലതും പറഞ്ഞ് വ്യാകുലപ്പെടരുത്. आप कुछ बातों का कहकर व्याकुल ना होना। അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധി നാം വിശ്വസ്തരായിരിക്കണം. हम कर परमेश्वर के चरणों में विश्वस्त बन जाना। ന്യായപ്രമാണത്തിലെ 3 പരീക്ഷയാണ് യേശുവിനുണ്ടായത്. व्यवस्था का 3 परीक्षा यीशु मसीह के जीवन में हुआ है। ന്യായപ്രമാണത്തിലെ 3 പരീക്ഷ യേശുവിനുണ്ടായപ്പോൾ യേശു ന്യായപ്രമാണം കൊണ്ട് ആ 3 പരീക്ഷയും ജയിച്ചു. यीशु मसीह के जीवन में 3 परीक्षा व्यवस्था के द्वारा हुआ है। वो तीनों परीक्षा में यीशु मसीह विजय प्राप्त किया। ഇന്ന് പകൽക്കാലം എന്റെ ശബ്ദം കേൾക്കുന്നവരെ, आज मेरे आवाज सुनने वाला प्रियो, സാത്താൻ പ്രലോഭനങ്ങൾ നമ്മളിൽ കൊണ്ടുവരും. शैतान कई सारे प्रलोभन हमारे जीवन में ले आएंगे। സാത്താൻ പലതരത്തിലുള്ള തന്ത്രങ്ങൾ നമ്മുടെ ഇടയിൽ കൊണ്ടുവരും. शैतान कई तरीका का युक्तियां हम हमारे सामने लेके आएंगे। ഒരുപക്ഷെ വീട്ടുകാരായിരിക്കാം, शायद हमारा परिवार का हो जाएगी, അല്ലെങ്കിൽ ഗ്രാമവാസികളായിരിക്കാം, नहीं तो गाँव वाला हो सकता है, അല്ലെങ്കിൽ കൂട്ടുവിശ്വാസികളായിരിക്കാം. नहीं तो साथ में आने वाले विश्वासी लोग हो सकता है। അവർ നമ്മളെ തകർക്കാൻ വരുമ്പോൾ വീണ്ടെടുപ്പുകാരന്റെ പാദപീഠത്തിൽ ശരണം തേടിയാൽ രക്ഷകനായി നമ്മുടെ യേശു അടുത്തു വരും. और हमारे विरुद्ध खड़ा होने के समय हम हमें परमेश्वर के चरणों में घुटना टेकेंगे, प्रभु हमारा उद्धार करता और हमारा रक्षण करता। സങ്കീർത്തനം മോശ എഴുതിയപ്പോൾ പറഞ്ഞു, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല, നിന്റെ കാലുകല്ലിൽ തട്ടിപ്പോകത്തില്ല, അവൻ നിന്റെ കൈകളിൽ. അങ്ങനെ പറഞ്ഞു എങ്കിൽ അങ്ങനെ നടന്നിരിക്കും. 91 वचन संगीत में जब मूसा लिखने के समय कोई बाधा तेरे ढेरे के निकट आएंगे, हमें तेरे पैर जो पत्थर में टेस्ट न लगने के लिए ना देंगे, बचाएंगे करके लिखा है, तो वैसा ही परमेश्वर हमारे जीवन में करेंगे। ഈ പ്രഭാത സമയത്ത് എനിക്ക് അവസരം ഒരുക്കി തന്ന ദൈവദാസന്മാർക്ക് നന്ദി പറയുന്നു. ये सुबह का समय मुझे अवसर दिया, प्रभु के दास लोगों को मैं धन्यवाद देता हूँ। എന്റെ ശബ്ദം കേൾക്കാൻ വീഡിയോ ഓൺ ചെയ്തിരുന്നവർക്കായും വീഡിയോ ഓൺ ചെയ്യാത്തവർക്കായും നന്ദി പറയുന്നു. मेरा शब्द सुनने के लिए वीडियो ऑन करके रखा हुआ, नहीं किया हुआ लोगों के लिए भी मैं धन्यवाद देता हूँ। ഏതായാലും ആരംഭം മുതൽ അവസാനം വരെ 50 ഡിവൈസുകൾ ഓണാണ്. कुछ भी हो, हमें जो शुरुआत से लेके अभी तक 50 हमें डिवाइस चालू है। തോമസ് സംഭാഷണത്തെ യൂട്യൂബിനകത്തിടും, ഞാനത് ഗ്രൂപ്പുകളിലിടും. ഏതായാലും ആയിരങ്ങൾക്ക് പ്രയോജനം വരട്ടെ.
आ रहे हैं थॉमसन पास्टर यूट्यूब पे डालता है, मैं कई सारे ग्रुप में भी उसको शेयर करता हूँ। हमें किसी भी तरह से कई सारे लोग जीवन में आशीष के कारण बन जाए। നമ്മുടെ കർത്താവിന്റെ ശബ്ദം ലോകത്തിൽ മുഴങ്ങണമെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. हमारे प्रभु यीशु मसीह का शब्द हमें सारे दुनिया में ऐसा ही फैलने है करके परमेश्वर की ഞാൻ वचन में बताया। റാന്നിയിൽ എന്റെ വീട്ടിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ प्रसंगिക്കുന്നത്. मैं प्रभु के दास रानी में अपने घर में बैठ के ये विषय को प्रचार करता हूँ। ജോയ് പാസ്റ്റർ ബോംബെയിൽ ഇരുന്നുകൊണ്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. जोई पास्टर मुंबई में रहकर उसका अनुवाद किया जाता है। പക്ഷേ ഇതെല്ലാം കേന്ദ്രീകരിക്കുന്ന സാറ്റലൈറ്റ് ആകാശത്തുണ്ട്. हमें ये सब कुछ एकत्र करने वाला एक सैटेलाइट है, वो आसमान में है। ഈ സാറ്റലൈറ്റ് ലോകരാജ്യങ്ങളിൽ മുഴുവൻ ഈ ശബ്ദം പോവുകയാണ്. हमें ये सैटेलाइट के द्वारा ये शब्द सारे राज्य में चले जाता है। യാദൃശ്യമായെങ്കിലും ഒരാൾ ഓൺ ചെയ്താൽ അവന്റെ ഹൃദയത്തില് അവന്റെ ചെവിയിൽ ആ ശബ്ദം തട്ടിയിരിക്കും. अचानक कोई भी एक व्यक्ति उसको ऑन किया जाएगा तो भी उनके कान में ये शब्द सुनाई देंगे। നമുക്ക് ഏത് ദിവസവും ഈ പ്ലാറ്റ്ഫോമിൽ പ്രോഗ്രാം ഉണ്ട്. क्योंकि हमें तो हर दिन इस प्लेटफॉर्म में ऐसा प्रोग्राम चलते रहता है। ഇത് അന്തരീക്ഷത്തിൽ ഇങ്ങനെ അലതല്ലിക്കൊണ്ടിരിക്കുകയാണ്. हमें ये ऐसा ही फैलते जाता है हमें वातावरण में। ഒരിക്കൽ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ അടുത്ത പാടത്ത് एक बार जगन्नाथ रेलवे स्टेशन के पास അവിടെ ട്രാക്കിൽ ഒരാള് ആത്മഹത്യ ചെയ്യാനായിട്ട് കിടക്കുക. एक व्यक्ति उसे ट्रक में आत्महत्या करने के लिए उधर पड़ा है। ട്രെയിൻ വരാൻ കാത്തു കിടക്കുക. ट्रेन आने के लिए वह इंतजार कर रहा है। ഞാൻ നടന്ന സംഭവം പറയുന്നത്. ये हो गया, ये संभव है। അപ്പൊ ട്രെയിൻ വരാൻ താമസിച്ചു പോയി. ट्रेन आने के लिए देर हो गया। അപ്പോൾ ഇദ്ദേഹം മരണത്തെ കാണാൻ കിടക്കുക. അപ്പുറം ഒരു പേപ്പർ കിടക്കുന്ന കണ്ടു. मृत्यु को इंतजार करके ऐसा पड़े रहने के समय उसने देखा है सामने एक कागज पड़ा है। അദ്ദേഹം ആ പേപ്പർ എടുത്ത് ഒരു ലഘുലേഖയായിരുന്നു. उसने वो कागज उठाया, वो एक सुसमाचार का पर्ची था। അതിന്റെ ഹെഡിങ് അവൻ വായിച്ചു. ആത്മഹത്യ പരിഹാരമോ എന്നൊരു തലക്കെട്ടോടുകൂടെ ഒരു ലഘുലേഖ കണ്ടു. उसमें जो ऊपर लिखा हुआ हेडिंग ऐसा था, आत्महत्या सबके लिए छुटकारा है क्या करके का सवाल उसने पढ़ा। അവൻ സമയത്തിന് നീക്കത്തിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട കർത്താവിന് ഒരു സുവിശേഷകനായി മാറി. उस समय उसने उस वचन को पढ़ा, उद्धार पाया, बपतिस्मा लेकर परमेश्वर का सेवक बन गया। നമ്മുടെ ഓരോ ശബ്ദത്തിനും വിലയുണ്ട്. हमारा एक एक शब्द को बहुत कीमत है। നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട്. हमारा प्रार्थना में बड़ा कीमत है। നമ്മുടെ ശാസനയ്ക്ക് വിലയുണ്ട്. हमारा जो डांटना उसके लिए भी कीमत है। അതുകൊണ്ട് ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. हमें इसमें प्रभु परमेश्वर हमें हम सबको आशीष करे। ഒരിക്കൽ തന്ന അവസരത്തിന് കർത്താവിന് നന്ദി പറയുന്നു. दिया हुआ अवसर को परमेश्वर को धन्यवाद देता हूँ। കർത്താവ് തുറന്ന് നമ്മെ സഹായിക്കട്ടെ. प्रभु हम सबको आशीष करे।